തണുപ്പിനെ വെല്ലുന്ന രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചൂട് പ്രസരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇതിൽ BJP ഇതേക്കുറിച്ച് പറയുന്നത് അവരതിനെ വലിയ രീതിയിൽ കാണുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കുമെന്നുള്ളതിലേക്ക് പറഞ്ഞിരിക്കുന്നു. അതേസമയത്ത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഘടകകക്ഷിയാക്കണമെന്ന കാര്യത്തിൽ ഒരു ഭാഗത്ത് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ സമ്മർദ്ദം ശക്തമാക്കുന്നു. പക്ഷേ ആ സമ്മർദ്ദത്തിന് UDF വഴങ്ങുമോ? രണ്ടാമത്തെ കാര്യം, ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ PV അൻവർ പ്രകടിപ്പിച്ച അതൃപ്തിയാണ്. ആ അതൃപ്തിക്ക് വഴങ്ങേണ്ടതില്ല എന്ന് UDF തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. എന്തായാലും PV അൻവർ തൻ്റെ അതൃപ്തി നേരത്തെ അറിയിച്ചിരുന്നു. വേണ്ടി വന്നാൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. പ്രസാദ് കാളിദാസ് ചേരുന്നു. പ്രസാദ് കാളിദാസൻ, UDFനെ സംബന്ധിച്ചിട്ട് PV അൻവറിൻ്റെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല. അങ്ങനെ വഴങ്ങിയാൽ അത് UDFൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാവും. ശക്തമായ നിലപാടുള്ള ഒന്നാണ് UDF. അത് PV അൻവറിനെ പോലുള്ള ഒരാളുടെ ആവശ്യത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ അത് തെറ്റായ തീരുമാനമാകുമെന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുമെന്നുള്ള രീതിയിലേക്ക് ആ പ്രഖ്യാപനം വരുമോ ഉടൻ തന്നെ? തീർച്ചയായും MS, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി സ്ഥാനാർത്ഥി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു KPCC നേതൃത്വം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലെ മണിക്കൂറിൽ ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. അതായത് PV അൻവറിനെ തള്ളിയൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ താൻ തന്നെ ഇറങ്ങി മത്സരിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് PV അൻവർ മണിക്കൂറുകൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞിരുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരു പരസ്യ പോരാട്ടം തന്നെയാണ്, പരസ്യ പോരാട്ടത്തിന് തന്നെ താൻ ഒരുങ്ങുമെന്നുള്ള തരത്തിലാണ് PV അൻവറും പറഞ്ഞിരുന്നത്. ഇതിനു മുമ്പേ തന്നെ ഈ ഒരു PV അൻവറിനെ സംബന്ധിച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായതിനെ തുടർന്ന് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും PV അൻവറിന്റെ ചില പ്രതികരണങ്ങൾ അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം മാധ്യമങ്ങൾ ചോദിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെയോ VS ജോയിയോ നിർത്തും, അതിൽ ആർക്കാണ് സാധ്യത, ആര് നിർത്തിയാൽ ജയിക്കുമെന്നുള്ള തരത്തിലൊക്കെ ചോദിച്ചപ്പോൾ ഏത് ചെകുത്താനെ നിർത്തിയാലും ജയിക്കുമെന്നുള്ള തരത്തിലാണ് PV അൻവർ അടക്കം ആ സമയം മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. അതായത് പരോക്ഷമായി ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക തന്നെയാണ് ആ സമയത്തും PV അൻവർ ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പേരെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ KPCC നേതൃത്വം ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി UDFനെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് AICCക്ക് നിർദ്ദേശം നൽകുമ്പോഴും ഈ ഒരു ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള തരത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഈ ഒരു PV അൻവറിന്റെ അതൃപ്തിയും വലിയ രീതിയിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിലൊരു പ്രതിരോധത്തിലാകും UDF എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ആ ഒരു ഭീഷണിക്ക് അല്ലെങ്കിൽ PV അൻവറിന്റെ ആ ഒരു അതൃപ്തി കണക്കാക്കുന്നില്ല UDF നേതൃത്വം അല്ലെങ്കിൽ KPCC നേതൃത്വം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഈ രണ്ട് പേരുകൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായി കണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ആളുകൾ കരുതിയിരുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേരുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഈ ഒരു KPCC നേതൃത്വത്തിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ UDF മുന്നണിയിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം മറ്റൊരു പേരുകളും ഒരു ഘട്ടത്തിൽ പോലും UDFൻ്റെ ഇടയിലേക്ക് വന്നിട്ടില്ല. UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതിനെ തീരുമാനിക്കാനുള്ള അവസരമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോലും ഈ രണ്ട് പേരുകൾ തന്നെയായിരുന്നു ഓരോ ചർച്ചയിലും എടുത്തു നിന്നിരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വേണോ അല്ലെങ്കിൽ PV അൻവർ നിർദ്ദേശിച്ച പോലെ VS ജോയ് വേണോ എന്നുള്ള തരത്തിൽ. അത്തരത്തിൽ PV അൻവറും കരുതിയിരുന്നത് ഇത്തരത്തിൽ താനൊരു അതൃപ്തി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ VS ജോയിയെ വലിയ രീതിയിൽ പരിഗണിക്കും, അല്ലെങ്കിൽ AICCക്ക് നൽകുന്ന ആ ഒരു പട്ടികയിൽ VS ജോയിയുടെ പേരും കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള തരത്തിലായിരുന്നു PV അൻവറിനെയും പ്രതീക്ഷ എന്നുള്ളത് തന്നെ വേണം കരുതാൻ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ PV അൻവറിന്റെ ആ ഒരു അതൃപ്തി തള്ളി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര്
മാത്രം നിർദ്ദേശിച്ചാൽ മതി, ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രം ഹൈക്കമാൻഡിന് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് നൽകുന്നതിനോടൊപ്പം തന്നെ പിന്നീട് അധികം താമസിയാതെ തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF നടത്തുമെന്നുള്ളതാണ്. KPCCയുടെ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരുന്നു. ഇവിടെ കൊച്ചിയിൽ KPCC അധ്യക്ഷൻ അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ആ ഒരു യോഗത്തിനെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് എന്നുള്ളതും കൂടി നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ വിവരങ്ങൾക്കനുസരിച്ച് PV അൻവറിന്റെ അതൃപ്തി തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ ഉറപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു UDF നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ സാധിക്കുന്നത്. UDFന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത്. അത് KPCCയുടെ തീരുമാനം AICCയെ അറിയിക്കുന്നു. AICCയിൽ നിന്ന് അത് ശരി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായ ഒറ്റ വാക്യത്തിലുള്ള ഒരു രേഖാമൂലമായ ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. നിങ്ങൾ തീരുമാനിച്ച് കൃത്യമായി ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ അറിയിക്കുക എന്നതായിരുന്നു AICCയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം. ആ രീതിയിൽ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി മറ്റ് പേരുകളൊന്നുമില്ലാതെ ഒറ്റപ്പേര് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രം ആണ് എങ്കിൽ ഒരു സംശയവുമില്ല, തൊട്ടുപിറകെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. ഷൗക്കത്തിൻ്റെ പേര് മാത്രമാണ് KPCC ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ളത് ഇപ്പോൾ എന്നാണ് അറിയുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഷൗക്കത്തിൻ്റെ പേര് മാത്രമാണ് KPCC ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ആ വാർത്ത നമ്മുടെ മുന്നിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നു. നേരത്തെ പ്രസാദ് കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ DCC പ്രസിഡന്റ് VS ജോയി സ്ഥാനാർത്ഥി ആയേക്കുമെന്നുള്ള തരത്തിൽ വന്ന വാർത്തകളൊക്കെ നിഷ്പ്രഭമാവുന്നു. ഈ സമയത്ത് KPCC അധ്യക്ഷൻ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ പോകുന്നു. PV അൻവറിന് വഴങ്ങുകയില്ല എന്നുള്ള ഒരു തീരുമാനം കൃത്യമായിട്ട് അതിൽ നീലിക്കുന്നുണ്ടോ, പ്രകടമാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. D ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. D ബിനോയ്, UDFന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ പോകുന്നു, PV അൻവറിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു രീതിയിൽ ഈ വാർത്തയെ UDF ആ രീതിയിൽ കൃത്യമായ നിലപാടെടുത്തു എന്ന് പറയാൻ കഴിയുമോ? അതോ ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, സമാന്തരമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് തിരക്കിട്ട് നൽകുന്നതിന് പകരം അത് കഴിഞ്ഞാൽ നൽകാമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നൽകാമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താവും എന്നുള്ള ഒരു ആകാംക്ഷ ഈ പ്രഖ്യാപനത്തോടൊപ്പം ഉണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? MS രാവിലെ മുതൽ തന്നെ നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞ ഒരു കാര്യം, പല ആവർത്തി PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതായത് UDFന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നീക്കങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ചില കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിരുന്നു. ഒപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ഇവർക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ലഭിച്ചതോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകളായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് തത്വത്തിൽ KPCCയും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് UDFന്റെ മുന്നിലേക്ക് ഈ പേര് കൊണ്ടുവരിക, അതിന് ചർച്ച ചെയ്യുക, അതിന് പിന്നീട് മത്സരിക്കുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന് അനുമതി നൽകുക. ഇതാണ് ഈ രണ്ടാമത്തെ ഘട്ടം. അതേസമയം AICC തത്വത്തിൽ നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതിനോടുള്ള താല്പര്യം KPCC ഭാരവാഹികളെ അറിയിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയും KPCC നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ചർച്ചകൾക്ക് പോകാതെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നേരത്തെ തന്നെ, അതായത് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത്, പകരം VS ജോയിയെ തന്നെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് പിന്നീട് കുറച്ച്, അതായത് കഴിഞ്ഞ ദിവസം വരെ അത് നിശബ്ദമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏത് ചെകുത്താൻ മത്സരിച്ചാലും തൃണമൂൽ കോൺഗ്രസ് അവരുടെ പിന്തുണ നൽകും എന്നായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് കളം മാറി PV അൻവർ രംഗത്തെത്തിയത്. ഇപ്പോൾ പറയുന്നത് UDFിലെ അംഗത്വവും ഒപ്പം ആര്യാടൻ ഷൗക്കത്തിന് പകരം VS ജോയി എന്ന നേതാവിലേക്ക് വരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. തത്വത്തിൽ ഇത് UDFിലെ അംഗത്വം എന്നുള്ളത് ഉടനെ തന്നെ ചർച്ച ചെയ്ത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ PV അൻവറിന് UDFിൽ അംഗത്വം വേണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു നീക്കം നടക്കണമെങ്കിൽ UDF യോഗം ചേരണം.
UDF-ലെ ഘടകകക്ഷികൾ ഒന്നടങ്കം അതിന് പിന്തുണ നൽകണം. മാത്രവുമല്ല മറ്റ് ചില പാർട്ടികൾ കൂടി UDF-ലേക്ക് വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ തരത്തിലുള്ള വേരോട്ടം കേരളത്തിലില്ല. അത്തരത്തിൽ വേരോട്ടമില്ലാത്ത ഒരു പാർട്ടിക്ക് വളരെ വേഗത്തിൽ UDF-ലേക്ക് അംഗത്വം നൽകുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ചില ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ഒരു സമവായം എന്ന നിലയ്ക്ക് PV അൻവറുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്തെത്തും. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഒരു പക്ഷേ ഈ ചർച്ചകൾ നടത്തി തൽക്കാലം PV അൻവറിനെ തണുപ്പിച്ച് കൂടെ നിർത്തുക എന്നതായിരിക്കും കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും PV അൻവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ചിലപ്പോൾ മത്സരിക്കും എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം രാവിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു മത്സരത്തിലേക്ക് അൻവർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒരു പക്ഷേ